പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSനും വി ഡി സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തിക്കൊടുക്കുന്നത് ചരിത്ര നിഷേധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാനാണ് മോദിയുടെ ശ്രമം. ഇതിന് സ്വാതന്ത്ര്യദിനത്തെ തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. സെയ്ഫ് വിവരങ്ങളുമായി ചേരുന്നു. സെയ്ഫ്, എന്താണ് പ്രസ്താവനയുടെ ഉള്ളടക്കം? മുഖ്യമന്ത്രി കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കുന്നത്. അത് ഇന്നലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിൽ RSSന്റെ 100 വർഷത്തെ ചരിത്രം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ RSS ചെയ്തു എന്ന ധ്വനി കൂടി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു. അതിനെ ചരിത്ര വസ്തുതകൾ നിരത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടിക്കുന്നു എന്നതിനൊപ്പം തന്നെ വലിയ വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉന്നയിക്കുകയും ചെയ്യുകയാണ്. ഗാന്ധി വധത്തിന് പിന്നാലെ തന്നെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS. അത് ഗാന്ധി വധ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ് വി ഡി സവർക്കർ. അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമം അത് ചരിത്ര നിഷേധമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രസ്താവനയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ മഹത്വവൽക്കരിക്കുന്നതിനൊപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത ആൾക്കാരെ സ്വാതന്ത്ര്യദിനം തന്നെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അത് അപഹാസ്യമായ നടപടിയാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അവരെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അത് രാജ്യത്തെ പൊതുസമൂഹം അംഗീകരിക്കുന്ന കാര്യമല്ല. അങ്ങനെ മഹത്വവൽക്കരിക്കപ്പെടുന്ന ആൾക്കാരല്ല RSS. കാരണം സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ ദിനമല്ല സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താത്ത ആളാണ് സംഘപരിവാരും RSSും എന്ന് മുഖ്യമന്ത്രി ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഇന്നലെ ഇറങ്ങിയ ഒരു കാർഡിനകത്ത് വി ഡി സവർക്കറുടെ ചിത്രത്തിന് തൊട്ടു താഴെയാണ് മഹാത്മാഗാന്ധിയുടെ ചിത്രമുണ്ടായിരുന്നത്. അതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അങ്ങനെ ചരിത്രപരമായി RSSുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാത്ത സംഘടനയാണ് എന്ന് ചരിത്രം പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി വിമർശിക്കുന്നതാണ് നമുക്ക് ഈ പ്രസ്താവനയിൽ കാണാൻ കഴിയുന്ന കാര്യം.